തലയില് മുട്ടി മുട്ടി പോണു മുന്തിരി. അങ്ങനെ ഒട്ടത്തിന്റെ പുറത്ത് കയറാന്ന് തീരുമാനിച്ചു ഗൈസ്. ഇത്രയും നേരം ഇവിടെ കണ്ട ഫീല് മുഴുവൻ ഇതില് തീർന്നു ഗൈസ്. ഐശ്വര്യം കുതിരയും കൂട്ടുകാരായി. ഇത് മുഴുവനും മുന്തിരിത്തോട്ടമാണ് കേട്ടോ. വാവ്, 500 രൂപ ഫൈൻ കൊടുക്കണത്. 99. ഹായ് ഓൾ. അങ്ങനെ നമ്മളിതേ തേടി നടന്ന മുന്തിരിത്തോട്ടങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മൾ വാഗമണ്ണിൽ തുടങ്ങിയ യാത്രയാണ് ഇപ്പോൾ തമിഴ്നാട് കമ്പം ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. നമ്മളുടെ ഡെസ്റ്റിനേഷൻ എത്താനായിരിക്കുകയാണ്. നമ്മൾ മുന്തിരിത്തോട്ടം കാണാനാണ് ഈ ഭാഗത്തേക്ക് വന്നിരിക്കുന്നത്. ഇപ്പൊ സീസൺ കൂടുതലും മുന്തിരി അല്ല, ഇപ്പൊ മാങ്ങ സീസണാണ് ഏറ്റവും കൂടുതൽ. അതുകൊണ്ട് തന്നെ ഒരുപാട് മാമ്പഴത്തിന്റെ കടകളൊക്കെ അപ്പുറപ്പുറമായിട്ടൊക്കെ കാണാം. മുന്തിരി കുറവാണ് എല്ലായിടത്തും, കൂടുതലും മാങ്ങയാണ്. അങ്ങനെ നമ്മളിത് എത്താനായിരിക്കുകയാണ്. നമ്മളുടെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കണ്ടവർക്ക് അറിയാൻ പറ്റും, നമ്മൾ ഈ വന്ന വഴി മുഴുവനും എക്സ്പ്ലോർ ചെയ്ത് അടിച്ചു പൊളിച്ച് ഒരു 2 വ്ളോഗൊക്കെ കഴിഞ്ഞായിരുന്നു. അപ്പോൾ ആ വ്ളോഗുകൾ കണ്ടിട്ട് നിങ്ങൾ ഇത് കാണാൻ ശ്രമിക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ മുന്തിരിത്തോട്ടത്തിൻ്റെയൊക്കെ ഏരിയയിലേക്ക് എത്തിയേക്കാണ്. ഐഷമോക്ക് വയറുവേന എടുക്കണു ഗൈസ്. ഐഷാക്ക് വയറുവേന എടുക്കണം. ഇതിപ്പോ ഞങ്ങള് മുന്തിരിത്തോട്ടത്തിൻ്റെയൊക്കെ മെയിൻ ഏരിയയിലേക്ക് എത്തിയേക്കണേ. ഫുഡ് എല്ലാം ഉണ്ട് ഇവിടെ. എല്ലായിടത്തും മുന്തിരി ഐറ്റംസ്, ഫുഡ് കോർട്ട് എല്ലാം ഉണ്ട് ഇവിടെ. ഇവിടെ മെയിനായിട്ട് ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഈ ഏരിയയിൽ. ഈ ഒട്ടകം നിൽക്കണോക്ക് എവളോ 120. ചിന്ന കുഴന്തയ്ക്ക് 120. ചെറിയ ആൾക്കാണെങ്കിലും വലിയ ആൾക്കാണെങ്കിലും 120 രൂപ ഒട്ടകത്തിന്റെ പുറത്ത്. ന്യൂസ് കയറണ്ടാ? കയറിക്കോടാ, കയറണ്ടാ? എടാ കയറിക്കോടാ, 120 രൂപ ഉള്ളൂ. ഇതേ കുതിര ഉണ്ട്, കുതിരയുണ്ട്, ഒട്ടകമുണ്ട്. കയറണണ്ടാ? കേറാ. ഐഷാക്ക് കയറണം. അങ്ങനെ ഒട്ടകത്തിന്റെ പുറത്ത് കയറാന്ന് തീരുമാനിച്ചു ഗൈസ്. ഐഷ കയറി. ഒട്ടക സവാരി പോലെ തന്നെ ഇവിടെ കുതിര സവാരിയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി. ഐഷ നോക്കുക. ഐഷ കുതിരക്ക് പുല്ല് കൊടുക്കാൻ പോവാണ്. കൊടുത്തോ. ഐഷയും കുതിരയും കൂട്ടുകാരായി. മതി, കൊടുക്കടി. അതാ നോക്കിക്കണത്. കൊടുക്ക്, ഇങ്ങോട്ട് നീങ്ങിന്ന് കൊടുക്ക്. അടിപൊളി. ഇത് മുഴുവനും മുന്തിരിത്തോട്ടമാണ് കേട്ടോ. കമ്പം. ഒട്ടകത്തിന്റെ പുറത്തും കയറി. ഇതാണ് ഞങ്ങളുടെ ഫ്രണ്ട് കുതിര. ഓ, ഇവിടെ ഇങ്ങനത്തെ കുഞ്ഞ് പാർക്ക് സെറ്റപ്പ്. ഫുൾ ആളാണ് ഇവിടെ. ഈ ഏരിയയിൽ ഫുൾ ആളാണ്. ചുട്ടിട് മണി, ചുട്ടിട് ചുടു. നമ്മൾ മുന്തിരിത്തോട്ടത്തിന്റെ അങ്ങോട്ട് പോവാണ് കേട്ടോ. ഇവിടെ ഒരുപാട് വേറെ ഷോപ്സ് ഒക്കെ ഉണ്ട്. അത് മേടിക്കണം. ഐഷ ഓരോന്നില് കണ്ട് വാ പോവാ. ആദ്യം പോവാ. ഓക്കെ. ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട് ഇവിടെ. ഹായ്, 99. മിനി. ഇത് ഒരെണ്ണം മേടിക്കണം. ഇത് നമുക്ക് ഉപ്പിട്ട് വെക്കാൻ ഒരെണ്ണം ആവശ്യമുണ്ട്.
ഇത് എവ്വളോ? 100 രൂപയുള്ളൂ. 100 രൂപ. അതൊക്കെ അവിടെ വെച്ചേര്, ഒന്നും വേണ്ട. നമുക്ക് വരുമ്പോ മേടിക്കാം. ബാ, എന്തായാലും മേടിക്കണം. കലം, ഈ മൺകലം. ഇത് പച്ച കുത്തുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ടാറ്റു അല്ലല്ല, ഇത് കറക്കി പൈസ സ്പിന്നൻ ഓരോ സാധനങ്ങളൊന്നും. ഗെയിമിങ്ങാണ് അവിടെ. അവരിവിടെ വന്നതാ. ബാ എംഫോടെക്. ഇതിന്റെ മേളിലാണത്. ഇത് പക്ഷികളുടേത്. വാപ്പിയുടെ അടുത്ത് പോവാദ്യം. ഇത് ഫുൾ ഏക്കർ കണക്കിന് മുന്തിരിത്തോട്ടങ്ങളാണ്. ഇവിടെയും കുതിര സവാരിയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ അതെ, നീങ്ങെടുക്ക്. ഇത് ഇതില് പെട്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുള്ള ഈ സ്ഥലം. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഗ്രേപ്പ് ഗാർഡൻ. ഇതെങ്ങനെയൊക്കെയാ പോണേ. വാവ്, മുന്തിരി പറിക്കരുതെന്ന് നല്ല എഴുതി വെച്ചേക്കുക. 500 രൂപ ഫൈൻ. നല്ല മുന്തിരി. ഇനി ഉണ്ടാവും മുന്തിരിത്തോട്ടം. ഒത്തിരി ആൾക്കാർ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. അടിപൊളി. ഇത് പറിക്കാൻ പാടില്ല. നമ്മള് 500 രൂപ ഫൈൻ കൊടുക്കണം ഇത് പറിച്ച. എടാ, ഇത് മരുന്നൊക്കെ വെച്ചേക്കണതാടാ. പച്ചേ എവിടെ? പച്ചമുന്തിരി. കുഞ്ഞ് ഇത് ഫുൾ ഏക്കർ കണക്കിന് ഫുൾ മുന്തിരിയാണ്. തലയിൽ മുട്ടിപ്പോണ് മുന്തിരി. തലയിൽ മുട്ടി പോണു മുന്തിരി. ഓ ക്യൂട്ട്, അടിപൊളി. അങ്ങനെ അതും കണ്ടു. കുറേ നാളായിട്ട് വരണം എന്ന് വിചാരിച്ചൊരു സ്ഥലമാണത്. അങ്ങനെ ഇപ്പതേ നമ്മള് കമ്പം മുന്തിരി തോട്ടത്തിലും വന്നിരിക്കണു. നല്ല ഭംഗിയായിട്ട് നമ്മള് ഇതാദ്യമായിട്ട് എങ്ങനെയാണ് എക്സ്പ്ലോർ ചെയ്യണത്. ഇത് അടിപൊളി. എന്താ പറയാ, ഇതൊക്കെ നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് കഴിച്ചിട്ടല്ലേ ഉള്ളൂ. ഇവിടെ വന്ന് ഇതൊക്കെ ഇങ്ങനെ കൊല കുത്തി കിടക്കണ കാണുമ്പോ ഒരു നല്ലൊരു സന്തോഷം. എവിടെ കോലി പോലെ നിക്കണം മുന്തിരി? അത് വരുന്നു അല്ലേ, ബ്ലൂബെറി പോലെ. അടിപൊളി. എങ്ങനെയുണ്ട് ഐശ ഇവിടെ വന്നിട്ട്? ഐശക്ക് എന്താ തോന്നണേ? 500 രൂപ ഫൈൻ കൊടുക്കണം പറിച്ച. പറിക്കരുത്. ഉണങ്ങിയതും പറിക്കണ്ട, ഒന്നും പറിക്കണ്ട. ഇഷ്ടമായി ഐശക്ക് സ്ഥലം? നമുക്ക് വേറെ മേടിക്കാം. ഇന്നു എങ്ങനെയുണ്ട് ഇവിടെ? എങ്ങനെയുണ്ട്? അടിപൊളി. അടിപൊളിയായിരിക്കും. ഇതേ അവിടെ ഊഞ്ഞാലൊക്കെ ഇല്ലല്ലേ? ഇവര് സാമ്പിള് നോക്കാൻ തരുന്നുണ്ടല്ലോ. മുന്തിരി സാമ്പിള് നോക്കാൻ തരുന്നുണ്ട്. നമുക്ക് തരുമായിരിക്കും സാമ്പിള്. നല്ലതാണെങ്കിൽ നമുക്ക് മേടിക്കാനല്ലേ. നല്ല ഭംഗിയിലേക്കാകാ കാണാൻ. അപ്പുറേക്കൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ നമുക്കൊന്നും അങ്ങോട്ട് പോകാനുള്ള ഒരു ഇതില്ല. നമുക്ക് മേടിക്കാ, പോവാൻ നേരത്ത് മേടിക്കാലോ. അടിപൊളി. അപ്പൊ ഇതാണ് കമ്പം മുന്തിരിത്തോട്ടം.
കേട്ട് 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 കുറേ വർഷങ്ങളായിട്ട് കേട്ട് കാത്തിരുന്ന സ്ഥലമാണിത് വരാൻ വേണ്ടിയിട്ട്. പെട്ടെന്നൊരു പ്ലാനും ഇല്ലാണ്ട് നമ്മളിവിടെ എത്തി. ഒരു പ്ലാനിങ്ങും ഇല്ലാതെ നമ്മൾ ഇന്നലെ ഇങ്ങോട്ട് വന്നത്. ആദ്യം വാഗമണ്ണ് വന്നു, പിന്നെ അവിടുന്ന് നേരെ കമ്പം, തേനി, അങ്ങനെ തിരിച്ച് നമ്മൾ കുറച്ചേരം കഴിയുമ്പോൾ ഇറങ്ങും തിരിച്ച് എറണാകുളത്തേക്ക്. അടിപൊളി. ജ്യൂസ് കിട്ടി. അതേനാ ഇത്രയും നേരം ഇവിടെ കണ്ട ഫീല് മുഴുവൻ ഇതിൽ തീർന്നു ഗൈസ്. ഇതിനകത്ത് തൊലിയും കുരുവും അതിൻ്റെ ഉള്ളിൽ ഈ ഫീല് നമുക്ക് ഇതിൽ കിട്ടിയില്ല. അവർ കുരു ഉൾപ്പെടെയൊക്കെ അടിച്ചു വെച്ചിട്ട് ഒരു ടേസ്റ്റ് ഇല്ല, മൊത്തം ചവർപ്പ് പോലെ ഇരിക്കുന്നു. ഇതൊന്ന് കുടിച്ച് തീർക്കട്ടെ, ഞങ്ങൾ ഇവിടുന്ന് കിടക്കാൻ പോവാണേ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞു, നമ്മൾ ഇനി തിരിക്കുകയാണ് ഇവിടെ നിന്ന്. ഇത് മൊത്തം ഫുഡ് ഐറ്റംസ് അവിടെ മുഴുവനും ഉള്ളത്. ഇതൊക്കെ ഫുൾ ഫുഡ് ഐറ്റംസ്, വൈൻ ഒക്കെയാണ് ഇവിടെ. മുന്തിരിയുടെ തൈ, വൈൻ, ബാക്കി ഫുഡുകൾ. ഇവിടെ റൈഡുകളൊക്കെ ഉണ്ട്, സൈക്കിൾ റൈഡ്. നമ്മളതിലൊന്നും കയറുന്നില്ല, നമുക്ക് ടൈമില്ലാത്തതുകൊണ്ട് നമ്മൾ പോവാണ്. ഒക്കെ മുന്തിരി തോട്ടമാണ് ഇവിടെയൊക്കെ ഉണ്ടായി കിടപ്പുണ്ട് അല്ലേ. ഓക്കെ, ബൈ ബൈ. മുന്തിരിത്തോട്ടത്തിന്റെ കാഴ്ചകളൊക്കെ കഴിഞ്ഞു. ആളുകളൊക്കെ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്, ഇവിടെ തിരക്കുണ്ട്. ഇന്നത്തെ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു, നമ്മൾ തിരിച്ചു പോവാണേ. അവിടെ ഐശക്ക് അടുത്ത വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനേക്ക് എടുക്കാതെ തന്നെ പെറ്റ്സിനെയൊക്കെ കയ്യിലെടുക്കാന്ന് കണ്ടപ്പോഴത്തേനും ഐഷാക്ക് അങ്ങോട്ട് കയറണം എന്ന് നിർബന്ധമായി. ഇപ്പൊ നമ്മൾ ആ ഒരു സെക്ഷനിലോട്ട് കൂടി കയറാൻ പോവാണ്. അപ്പൊ അതിന്റെ വീഡിയോ നമ്മൾ ഇതിന്റെ കൂടെ ചേർക്കണില്ല, അടുത്ത ഒരു പാർട്ടായിട്ട് ഇറക്കണതാണ് കേട്ടോ. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം.